ഹലോ അസ്സലാമു അലൈക്കും. നമ്മൾ വന്നിട്ടുള്ളത് പാരഗണിൻ്റെ ഗ്രില്ലാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തൊക്കെയാണ് കഴിച്ചെന്ന് ഒരു 5 മിനിറ്റിൽ കണ്ടാലോ. നമുക്ക് ആദ്യം വന്നിട്ടുള്ളത് സൂപ്പാണ് കേട്ടോ. നല്ല അടിപൊളി മട്ടൻ സൂപ്പ്. 24 hours കുക്ക് ചെയ്തിട്ടുള്ള സൂപ്പാണിത്. 4 ആൾക്കുള്ള പോർഷൻ ആണെങ്കിലും 5 ആൾക്ക് അടിപൊളിയായിട്ട് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം ഇവിടെ മാത്രമല്ല കേട്ടോ, ഇത് പാരഗണിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇവരുടെ സ്പെഷ്യൽ മട്ടൻ സൂപ്പ്. അതിൻ്റെ ചൂട് പോകുന്നതിന് മുന്നേ ആ സൂപ്പ് കുടിക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ സ്റ്റാർട്ടറായിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വെജിറ്റേറിയൻ ഐറ്റമാണ്. ഇതാണ് സാധനം കേട്ടോ. മെനു കാർഡിൽ ഇതിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, പക്ഷേ സാധനം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്പിനാച്ചിലെ കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് വരുന്ന ഒരു ഐറ്റമാണ് ഇത്. ഭയങ്കര ലൈറ്റ് വെയ്റ്റും ആണ്, ഭയങ്കര ക്രിസ്പിയുമാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ നമുക്കൊരു സ്വീറ്റ് ആൻഡ് ഹോട്ട് സോസും ഉണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള അടുത്ത ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു സൂഷി. ഞാൻ ഫിഷ് കഴിക്കാറില്ല കേട്ടോ, പക്ഷെ ബാക്കി എല്ലാവരും നല്ലോണം കഴിക്കും. അതുകൊണ്ട് തന്നെ സൂഷി കഴിച്ചുള്ള അഭിപ്രായം അവർ പറയട്ടെ അല്ലേ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു സാൽമൺ സൂഷിയും പിന്നെ ഒരു മിക്സഡ് സൂഷിയും. അങ്ങനെ ചോപ്സ്റ്റിക്കെല്ലാം യൂസ് ചെയ്യാൻ എനിക്കറിയാം എന്നുള്ള ഭാവത്തിൽ അസതെ ഫസ്റ്റ് സൂഷി ട്രൈ ചെയ്യാൻ കേട്ടോ. അപ്പോൾ സൂഷി കഴിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണത്. ലോഡഡ് വിത്ത് ഫ്ലേവേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. സൂഷീൻ്റെ ടേസ്റ്റ് മാറുന്നത് അതിൽ യൂസ് ചെയ്യുന്ന ഒരു ഫിഷിനനുസരിച്ചിട്ടാട്ടോ. ചിലതിൽ ക്രാബാണ് അവർ യൂസ് ചെയ്യുന്നത്, ചിലതിൽ ട്യൂണ ഫിഷാണ്, ചിലതിൽ സാൽമൺ ഫിഷാണ്. അഗെയിൻ അപ്പുറത്തെ ടേബിളിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ വൺ ഓഫ് ദി മോസ്റ്റ് ഓർഡേർഡ് ഐറ്റം ആയിരിക്കും, കാരണം എല്ലാ ടേബിളിലും ഈ ഒരു കാസറോൾ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ മസിൽസ് അല്ലെങ്കിൽ കടുക്ക. അതിൻ്റെ കൂടെ അതേ 2 ബ്രെഡും 2 ബണ്ണും ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ആസ് യൂഷ്വൽ ഞാനിത് കഴിക്കില്ല, പക്ഷേ ഇവരിത് കഴിച്ചിട്ടുള്ള അഭിപ്രായം പറയട്ടെ. അങ്ങനെ ആദ്യത്തെ ഒരെണ്ണം അജു എടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നല്ല അടിപൊളി, അത്യാവശ്യം നല്ല സൈസുള്ളൊരു കടുക്കയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. ഇനി ആളിത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. അപ്പോഴേ ഈ ഒരു കടുക്ക വെറുതെ അവർ സ്റ്റീം ചെയ്ത് വെച്ചോന്നല്ല കേട്ടോ. ആ ഒരു പാത്രത്തിൽ അതിൻ്റേതായിട്ടുള്ള ഗ്രേവി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് ഈ ബ്രെഡും കൂട്ടി കഴിക്കാൻ അപാര ടേസ്റ്റാണെന്നാണ് ഇവർ പറഞ്ഞത്. കണ്ടിട്ട് ഇതിൽ കുറച്ച് തേങ്ങാപ്പാലും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തായാലും ഇവർ കടുക്കൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പം വീണ്ടും അതിൻ്റെ ഗ്രേവി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 2 നൂൽ പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന 2 കൂളേഴ്സ് എത്തിയിട്ടുണ്ട്. ഇത് മാംഗോ കൂളറാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബെറി കൂളറുമാണ്. ടേസ്റ്റ് വൈസ് ഒന്നും പറയാനില്ല കേട്ടോ, രണ്ടും അടിപൊളിയാണ്. അപ്പോഴേക്കും നമ്മുടെ നൂൽ പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും ഒരു കിളിക്കൂട് പോലെയൊക്കെ ഉണ്ട് അല്ലേ. അത്രയും അടിപൊളിയായിട്ടുള്ള നൂൽ പൊറോട്ട ആയിരുന്നു കേട്ടോ. ഭയങ്കര ക്രിസ്പി ആൻഡ് എന്താ പറയുക, ഒരു ഫ്രൈഡ് നൂഡിൽസ് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതൊക്കെ ഫിഷ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ട് എൻ്റെ ഐറ്റം ഇപ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണെന്ന് അറിയണ്ടേ. ബീഫ് സ്റ്റേക്ക് വിത്ത് സ്പെഗറ്റി. നല്ല അടിപൊളി 2-3 പീസ് ബീഫ് സ്റ്റേക്കും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ക്രീമി ആയിട്ടുള്ള സ്പെഗറ്റി. അപ്പോൾ ഇതും നമ്മളെല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടാണ് കഴിച്ചത്. പക്ഷേ ഈ ഒരു ഐറ്റം കഴിച്ചപ്പോഴത്തേക്കും ഞാൻ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതൊക്കെ കഴിക്കുമ്പോൾ ഞാനിങ്ങനെ വണ്ടറടിക്കുകയായിരുന്നു, എങ്ങനെയാണ് ഇതിൽ ഇത്രയും ഫ്ലേവേഴ്സ് കൊണ്ടുവരാൻ കഴിയണത്. അപ്പോഴേ ഇത് ചില്ലി ഗാർലിക് നൂഡിൽസാണ്. അതിൻ്റെ കൂടെ നമ്മൾ അവസാനമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഡെസേർട്ടാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൽ എന്താ ഉള്ളതെന്നറിയോ. യോഗട്ട്, റബഡി ആൻഡ് ഫ്രഷ് ഫ്രൂട്ട്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്തായിരിക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ. നമ്മൾ ചില സമയത്ത് പോകുമ്പോൾ ടുഡേ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിൽ പെട്ടൊരു ഐറ്റം ആയിരുന്നു കേട്ടോ ഇത്. അപ്പോഴാണ് നമ്മൾ കയറുമ്പോഴേ നോട്ടമിട്ട് അടുത്തൊരാൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സാൻ സെബാസ്റ്റ്യൻ ബേൺ ചീസ് കേക്ക്. അപ്പോൾ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സോസ് ഒഴിക്കാനുള്ള ഒരു പ്രിവിലേജ് അവർ അമ്രക്ക് കൊടുത്തു കേട്ടോ. ചോക്ലേറ്റ് സോസ് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ ഒരു പീസ് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷായി. അങ്ങനെ ഇന്നത്തെ പരിപാടി ഏകദേശം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് അടുത്ത ടേബിളിലേക്ക് ഒരു സാലഡ് പോകുന്നത് കണ്ടത്. കണ്ടാലൊരു സാലഡാന്ന് പറയില്ല കേട്ടോ, അത്രയും അടിപൊളിയായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ആയിരുന്നേ.
അങ്ങനെ അതും കൂടെ കഴിച്ച് നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. നമ്മളെല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് ഭക്ഷണം എന്നുള്ളത്. എല്ലാവരും വിശപ്പിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ ഭക്ഷണം കഴിക്കുന്നത്. പക്ഷെ ചില സമയത്ത് അത് വിശപ്പിന് വേണ്ടി മാത്രമായിരിക്കില്ല, അതൊരു ടൈപ്പ് ഓഫ് ഇമോഷണൽ ഈറ്റിങ്ങും ആയിപ്പോവും. നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെ തന്നെ അല്ലേ. അങ്ങനെ ഫിംഗർ ബൗളും പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ഒരു പരിപാടി ഇവിടെ അവസാനിപ്പിച്ചിരിക്കണം. ഞാൻ ആദ്യമായിട്ടാട്ടോ 5 മിനിറ്റ് ഡ്യൂറേഷനുള്ള ഫുഡ് വ്ലോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദിസ് ഈസ് ഫയ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.